ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമന്നാരായണീയം 80-ാം ദശകം, അതിൽ 4-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാൻ സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനൻ്റെ ശരീരം കണ്ടിട്ട്, ചേതനയേറ്റ ശരീരം കണ്ട് അവിടെ നിന്നും കുറച്ച് നീങ്ങിക്കഴിയുമ്പോൾ പ്രസേനനെ വധിച്ച സിംഹത്തിനെയും ആരോ വധിച്ചിരിക്കുന്നതായി കണ്ടു. കാലടിപ്പാടുകൾ പിന്തുടർന്നപ്പോൾ റക്ഷരാജൻ എന്ന് പറഞ്ഞാൽ കരടികളുടെ രാജാവായ ജാംബവാൻ്റെ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ജാംബവാനെ നമുക്കെല്ലാം അറിയാം. രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമദേവനോടൊപ്പം ജാംബവാനും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് സ്വസ്ഥമായി താമസിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്രകാരം ഒരു സംഭവം നടക്കുന്നത്. ജാംബവാന് ഭഗവാനെ കാണുന്നതിനും അനുഗ്രഹം ലഭിക്കുന്നതിനുമുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണ് ഭഗവാൻ ഇവിടെ. സ്യമന്തകം തിരഞ്ഞ് ഭഗവാൻ ഗുഹയിലേക്ക് കയറി. പൂർണ്ണമായ അന്ധകാരം. കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ രത്നത്തിൻ്റെ ശോഭയിൽ ഭഗവാൻ ആ കാഴ്ച കണ്ടു. എന്താണ് കാണുന്നത്? തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതി തസ്മിൻ അവതസ്തേ അർഭകാന്തികേ. തത്ര ദൃഷ്ട്വാ, അവിടെ കണ്ടു. എന്തു കണ്ടു? മണിശ്രേഷ്ഠം, ആ ശ്രേഷ്ഠമായ സ്യമന്തക രത്നത്തെ. എന്താണത്? എവിടെയാണിരിക്കുന്നത്? ബാലക്രീഡനകം കൃതം. ഒരു കുഞ്ഞ് തൻ്റെ കളിക്കോപ്പായി അതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് കാണുന്നത്. എത്ര ശ്രേഷ്ഠമായ അമൂല്യമായ വസ്തുവാണെങ്കിലും അതിൻ്റെ വില അറിയില്ലെങ്കിൽ പിന്നെ അതിനൊരു കളിപ്പാട്ടത്തിൻ്റെ വില തന്നെയുള്ളൂ. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജാംബവാന് അതെന്താണെന്ന് അറിയില്ല. കിട്ടിയ പാടെ അതിനൊരു രസം കണ്ട് തൻ്റെ കുഞ്ഞിന് കളിക്കാൻ ഇഷ്ടപ്പെട്ടാലോ എന്ന് കരുതി അവിടെ കൊടുത്തു. ആ കുഞ്ഞും അതൊരു കളിക്കോപ്പായി കണ്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിക്കുകയാണ്. ഇതുകണ്ട് ഭഗവാൻ ഹർത്തും കൃതമതി തസ്മിൻ അവതസ്തേ അർഭകാന്തികേ. ആ കുട്ടിയുടെ അരികിലിരിക്കുന്ന ആ സ്യമന്തകമണിയെ എടുക്കാൻ തുനിഞ്ഞതും അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ഈ കുഞ്ഞിനെ പരിചരിക്കുന്ന അവൻ്റെ പരിചാരിക. തൊട്ടുമുന്നിൽ ഇതുവരെ കാണാത്ത ഒരാളെ കണ്ട് ആ പരിചാരിക ഉറക്കെ നിലവിളിച്ചു. നിലവിളി കേട്ട് ഓടി വന്ന ജാംബവാൻ ആരാണെന്ന് പോലും നോക്കാതെ ഹരേ രാമ എന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടി ഒരൊറ്റ ഇടിയാണ് കണ്ണനെ. കണ്ണൻ്റെ മേൽ അതൊരു പുഷ്പം പോലെയാണ് വീണത്. കാരണം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഇടിയാണ്. എന്നാലും ഭഗവാൻ ഒന്ന് വേച്ചു പോയി. വീണ്ടുമുള്ള ആക്രമണത്തെ ഭഗവാൻ തടഞ്ഞു. എന്നാലും ജാംബവാൻ വിട്ടുകൊടുത്തില്ല. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ജാംബവാൻ ശക്തമായി തൻ്റെ മുഷ്ടി ചുരുട്ടി ഭഗവാനുമേൽ ഇടിക്കുകയാണ്. ജാംബവാൻ്റെ കഠിനമായ താടനങ്ങൾ പൂക്കളെപ്പോലെ ഭഗവാന്റെ മേൽ വീഴുകയും ചെയ്തു. കുറെ കഴിഞ്ഞ് ഭഗവാനും പതിയെ പതിയെ ഒന്ന് തടുക്കാനും ഇടിക്കാനും എല്ലാം തുടങ്ങി. അവസാനം യുദ്ധത്തിൻ്റെ രൂപത്തിലായി. മുഷ്ടി ചുരുട്ടിയുള്ള പരസ്പര താഠനം. ഭഗവാന്റെ താഠനങ്ങൾ ജാംബവാനെ തടുക്കാൻ പറ്റാതായി. പലതും ശരീരത്തിൻ്റെ എല്ലുകളെ നുറുക്കുന്ന വേദനയോടുകൂടിയാണ് വന്ന് പതിച്ചത്. യുദ്ധോത്സുകരായി അവരിരുവരും കഠിനമായ ദ്വന്ദ്വയുദ്ധത്തിൽ ഒരു കഷ്ണം മാംസത്തിനു വേണ്ടി പോരടിക്കുന്ന പരുന്തിനെ പോലെ പരസ്പരം ആക്രമിച്ചു. ശക്തമായ ഭഗവാന്റെ കരങ്ങളിൽ നിന്നുള്ള താടനങ്ങൾ ജാംബവാനെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി. എല്ലുകൾ നുറുങ്ങുന്നത് പോലുള്ള വേദന. എന്നാൽ ജാംബവാന്റെ ഓരോ ഇടിയും ഭഗവാനുമേൽ പുഷ്പാർച്ചന പോലെയാണ് ഭഗവാന് തോന്നുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ശ്രീ ഭട്ടതിരിപ്പാട് നമുക്ക് 4-ാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം.
ഭവന്തം അവിതർക്കയൻ അതിവയാഹ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം ക ഇഹ രോദ്ധും ഇതി ആലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയ ഇതി അലം മുഷ്ടിഭിഃ ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂഡാമണിഃ. ഭഗവാൻ ഗുഹയിൽ കയറി ചെല്ലുന്ന സമയത്ത് ഭവന്തം അങ്ങയെ അവിതർക്കയൻ അറിയാതെ, ആരാണ് ഈ കയറി വന്നിരിക്കുന്നത് എന്ന് അറിയാതെ, അതിവയാഹ അത്യധികം പ്രായമുള്ളവനായിട്ടുള്ള, കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊരു ചെറിയ മങ്ങലുണ്ടാകാം, അതുപോലെ തന്നെ കരടികൾക്ക് ഈ രോമമെല്ലാം കണ്ണിന് മീതെ വന്നിട്ട് കാഴ്ചയ്ക്കൊരു കുഴപ്പമുണ്ടാകാം. എന്തായാലും സ്വയം ജാംബവാൻ, ആ ജാംബവാന് ഭഗവാനെ മനസ്സിലായിട്ടില്ല. മുകുന്ദ ശരണം ഹി മാം ക ഇഹ രോധും ഇതി ആലപൻ. മുകുന്ദ ശരണം, വിഷ്ണു ഭക്തനായിട്ടുള്ള, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. കാരണം ജാംബവാൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ സ്വരമാണ് അവിടെ. മുകുന്ദ ശരണം, ഞാൻ ഭഗവത് ഭക്തനാണ്. അത് ഏവരിലും ഉണ്ടായിരിക്കേണ്ട ഒരു അഹങ്കാരമാണ്. ഞാനെന്ന ഭാവം, ഞാൻ ആരാണ്? ഭഗവത് ദാസനാണ്. ആ ഒരു ചിന്ത ഉടലെടുത്തുകൊണ്ട് തന്നെ കരടി ശ്രേഷ്ഠനായിട്ടുള്ള ജാംബവാൻ പറയുന്നു, മുകുന്ദ ശരണം, വിഷ്ണു ഭക്തനായിട്ടുള്ള ഹിമാം, എന്നെ ക ഇഹ, എൻ്റെ ഗുഹയിൽ വച്ച് രോധം, യുദ്ധത്തിലേർപ്പെടുന്നതിന് അല്ലെങ്കിൽ എന്നോട് നേരിടുന്നതിന് വേണ്ടി, ഇതി ആലപൻ, ഇവിടെ എത്താൻ ആർക്കാണ് ധൈര്യമുള്ളത്? ക ഇഹ, ശ്രേഷ്ഠ ഭക്തനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തനായ എന്നെ എൻ്റെ ഗുഹയിൽ വെച്ച് നേരിടുന്നതിന് ധൈര്യമുള്ളവൻ ആരായിരിക്കും? ഈ ഒരു ചിന്ത ജാംബവാനിൽ ഉടലെടുക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹം ചിന്തിക്കുകയാണ്, വിഭോ, അല്ലയോ ഭഗവാനെ, രഘുപതേ, ഹരേ ജയ ജയ, അങ്ങ് വിജയിക്കട്ടെ. ജാംബവാൻ യുദ്ധത്തിലേർപ്പെടുന്ന സമയത്തും ഞാൻ വിജയിക്കണമെന്നല്ല പറയുന്നത്. ഭഗവാനെ, അങ്ങ് വിജയിക്കട്ടെ, അങ്ങാണ് എൻ്റെ ശക്തി എന്ന രീതിയിൽ പറയുന്നു. വിഭോ രഘുപതേ ഹരേ ജയ ജയേ ഇതി അലം മുഷ്ടിഭിഃ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മുഷ്ടികൾ കൊണ്ട് ചിരം തവ സമർച്ചനം, ഭഗവാന്റെ ശരീരത്തിലേക്ക്, തവ, അങ്ങയുടെ ശരീരത്തിൽ ജാംബവാൻ മുഷ്ടി ചുരുട്ടി ഇടിക്കുകയാണ്. എന്നാൽ ആ ഇടികൾ സമ അർച്ചനം, ഒരു പൂജ പോലെയാണ്, ഭഗവാനുമേൽ പതിക്കുന്ന പൂജ പോലെയാണ് ഭഗവാന് തോന്നിയത്. വ്യഥിത ഭക്ത ചൂടാമണി, അങ്ങനെ ഭക്തചൂടാമണിയായിട്ടുള്ള, ഭക്ത ശിരോമണിയായിട്ടുള്ള ജാംബവാൻ ഭഗവാന്റെ ശരീരത്തിൽ തൻ്റെ മുഷ്ടികൾ കൊണ്ട് പൂജകൾ നടത്തിയല്ലോ എന്ന് കവി പറയുകയാണിവിടെ. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് വാക്കുകളുണ്ട് ഇവിടെ. തനിക്ക് കഴിവുണ്ട് എന്ന് ജാംബവാൻ ചിന്തിക്കുന്നില്ല. തൻ്റെ കഴിവുകൾ ഭഗവാന്റേതാണ്, തൻ്റെ വിജയം ഭഗവാന്റേതാണ്. ആ ഒരു ചിന്തയോടുകൂടിയാണ് ജാംബവാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കവി ഇവിടെ അദ്ദേഹത്തെ ഭക്ത ശിരോമണി എന്ന് വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. ഭവന്തം അവിതർക്കയൻ അതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം കൈഹരോധുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിഃ ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂഡാമണി. ഹരേ കൃഷ്ണ.